ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എനിക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്പൈ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൊഡക്ഷൻ ടീമാണ് ഏഷ്യരാജ് ഫിലിംസ്. അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ 5ാമത്തെ സ്പൈ യൂണിവേഴ്സ് ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2023 നവംബർ 12 ദീപാവലി പ്രമാണിച്ചാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. സിനിമയുടെ പേര് ടൈഗർ 3 എന്നാണ്. സിനിമ ഞാൻ OTT എത്തിയപ്പോഴാണ് കണ്ടത്. സിനിമ കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സിനിമയുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറും 35 മിനിറ്റുമാണ്. നല്ല റണ്ണിങ് ടൈം തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇത് പ്രധാന കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് കത്രീന കൈഫ്, സൽമാൻ ഖാനൊക്കെയാണ്. അപ്പോൾ സിനിമയുടെ മേക്കിംഗ് ആയാലും സിനിമയുടെ ഗസ്റ്റ് റോളൊക്കെ ആയാലും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 300 കോടി രൂപയാണ്. അതിനുള്ള എല്ലാ വകയും ഈ സിനിമയിലുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ എല്ലാ സൽമാൻ ഖാൻ മൂവിയിലും ഓവർ ആക്ഷൻ ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിലെത്തി കുറവെന്നേ എനിക്ക് പറയാനുള്ളൂ, ഭേദമെന്നേ പറയാൻ പറ്റുന്നുള്ളൂ. നല്ല ക്ലാസ് അടികളാണ്, പക്ഷേ ഓവർ ആക്ഷൻസ് ഉണ്ട്. പക്ഷേ സിനിമ തുടങ്ങും തൊട്ട് സിനിമ അവസാനം വരെ അത്ര ഇല്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഭേദം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സിനിമ കിടിലമാണ്, നല്ല എൻഗേജ്മെൻ്റായിട്ട് സമാധാനപ്പെട്ടാണ് കഥയെല്ലാം പറഞ്ഞു പോകുന്നത്. ഇത് സ്ലോ ഉണ്ടെങ്കിലും അടിപൊളി സിനിമ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ടൈഗർ പട്ടാന് ശേഷം പുതിയൊരു മിഷനിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. അപ്പം ISI എന്ന് പറയുന്ന പാകിസ്ഥാൻ ഏജൻറ്റ് ഇവരുടെ ഫാമിലി ടാർഗറ്റ് ചെയ്ത് ഈ ടൈഗറിൻ്റെ മോനെ പിടിച്ചു വയ്ക്കുകയും അവർ പറയുന്ന ജോലി ഇന്ത്യക്കെതിരെ ചെയ്യണമെന്ന് ഈ ISI ഏജൻറ്റ് ടൈഗറിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇയാളുടെ ഐഡൻറ്റിറ്റിയെ കാത്തിരക്ഷിക്കുകയും വേണം, ISIയിലുള്ള പാകിസ്ഥാൻ ഏജൻറ്റിനെ നശിപ്പിക്കുകയും വേണം, അവിടെയുള്ള ജനങ്ങളെയും പ്രൈം മിനിസ്റ്ററിനെ സംരക്ഷിക്കുകയും വേണമെന്ന കഥയൊക്കെയാണ് സിനിമയിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. നല്ല എൻഗേജിങ് ആയിട്ടുള്ള സിനിമയാണ്. പിന്നെ SRKയുടെ എൻട്രി, ഷാറുഖ് ഖാൻ്റെ എൻട്രി പറയേണ്ടിയിരിക്കാൻ വയ്യ. കിട്ടില്ല എൻട്രി തന്നെ കൊടുത്തിട്ടുള്ളത്. കാരണം പട്ടാലിൽ എങ്ങനെ സൽമാൻ ഖാൻ വന്നോ അതിനെക്കാട്ടി ഒരു പടി മുന്നിലാണ് ഈ സിനിമയിൽ ഷാറുഖ് ഖാനെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ആ ഹൃതിക് റോഷൻ്റെ എൻട്രി പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഭയങ്കര മരണമാസ് തന്നെയാണ്, ഒരു രക്ഷയില്ല. വാറിൻ്റെ തീം മ്യൂസിക് വന്നപ്പം എനിക്ക് രോമാഞ്ചം വന്നു. കാരണം ഞാൻ SRK ഫാനും ഒരു ഹൃതിക് റോഷൻ ഫാനാണ്, ബോളിവുഡിൽ കട്ട ഫാനാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവരെ മൂന്നുപേരും ഒരേ സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരു ആകാംക്ഷയാണ് എനിക്ക് തോന്നിയത്. കാരണം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടിയത്. പക്ഷേ ഈ സിനിമ ഈ മണ്ടന്മാർ കാണിച്ച ഒരു അബദ്ധം എന്ന് പറയുന്നത് നവംബർ 12 ഞായറാഴ്ച കൊണ്ടാണ് ഈ സിനിമ ഇറക്കി കൊടുത്തത്. അതുകൊണ്ടാണ് കളക്ഷൻ നല്ല ബാധിക്കപ്പെട്ടത്. സിനിമ ഏകദേശം 300 കോടിക്ക് ഇറക്കിയെങ്കിലും അവർക്ക് ലാഭം കിട്ടിയെന്ന് വെച്ചാൽ ഏകദേശം ബിസിനസ്സിലൂടെ ഒരു 550 കോടി ലാഭം കിട്ടിയുള്ളൂ. എല്ലാവരും വിചാരിച്ചു ഈ സിനിമ 1000 കോടി അടിക്കുമെന്ന്. നല്ല പോസിറ്റീവ് റിവ്യൂ വന്ന സിനിമയാണ്. എങ്ങനെ പ്രൊമോഷൻ ചെയ്യുന്നവർക്ക് അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്ത് തോന്നിയത്. സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റിവ്യൂ ഉണ്ടായിരുന്നു സത്യമായിട്ടും. എവിടെയായാലും പുറത്തായാലും എവിടെയായാലും നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഏമാരെ അബദ്ധം കാണിച്ചതെന്ന് വെച്ചാൽ ഒരു വ്യാഴാഴ്ച കൊണ്ട് ഇറക്കാനുള്ളായിരുന്നു സിനിമ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയണത്. ഇവരൊരു ഞായറാഴ്ച കൊണ്ടാക്കി കൊടുത്തു. അപ്പോൾ വീക്കെൻഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഡള്ളായിപ്പോയി. അപ്പോൾ ഒരുപാട് സിനിമകൾ ഇങ്ങ് വന്നു കയറിയാണ് ദീപാവലിക്കല്ല. അപ്പോൾ ആ സിനിമയുടെ ജാമായി പോയി തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ നല്ലൊരു 1000 കോടി അടിക്കേണ്ട സിനിമ തന്നെയാണ്. സൽമാൻ ഖാൻ മൂവി മാത്രമല്ലല്ലോ, ഇതിൽ SRKയും ഹൃതിക് റോഷനും എല്ലാവരും ഉണ്ടല്ലോ. അപ്പം സിനിമ എങ്ങനെ നോക്കിയാലും വർത്ത് വാച്ചിങ്ങാണ്. നിങ്ങൾ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോ വഴി അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാണാത്തതാണെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക. ഹൃതിക് റോഷൻ ഫാനായാലും SRK ഫാനായാലും സൽമാൻ ഖാൻ ഫാനായാലും ഒന്ന് കണ്ടു നോക്കുക. നല്ല എൻഗേജ്മെൻറ്റുള്ള സിനിമയാണ്. പിന്നെ ആക്ഷൻ സീക്വൻസ് ഒക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഓവർ ആക്ഷൻ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എല്ലാ ആക്ഷൻ സീക്വൻസും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ ഒന്നുകൂടെ എടുത്ത് പറയണേ, എല്ലാ കഴിഞ്ഞ ഒരു 5 വർഷം ഇറങ്ങിയ സൽമാൻ മൂവിയെക്കാട്ടും അത്യാവശ്യം നല്ല മേക്കിങ്ങിലും ആക്ഷനും സീക്വൻസിലും നല്ല മയം വരുത്തിയൊരു സിനിമയുടെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ടൈഗർ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എനിക്ക് വളരെയധികം ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയുന്നു. നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ അഭിപ്രായമായിരിക്കണം ഈ സിനിമ കണ്ടിട്ട്. അല്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായം എടുത്ത് നിങ്ങളായിട്ട് കണക്ട് ചെയ്യരുത്. നിങ്ങൾക്ക് സ്വയം മറ്റുള്ള അഭിപ്രായമുണ്ട്, അത് കണ്ട് സ്വീകരിച്ച് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന്. ഞാൻ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടതിനാണ് നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡേഷൻ ചെയ്തത്. അപ്പം ഞാൻ റെക്കമെൻഡേഷൻ ചെയ്ത സിനിമകൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. അത് നിങ്ങളുടെ ഒരു ചോയ്സ് ആയിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക്സ്.